ഹായ് ഓൾ. എല്ലാവർക്കും ഇപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമുക്കിപ്പം ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത് 2024 ഡിസംബർ 31. ഓക്കെ, അപ്പോൾ നമ്മുടെ ട്രേഡിംഗ് സെഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ഈ ഒരു വർഷത്തെ ഫൈനൽ ട്രേഡിംഗ് സെഷനും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. ഓക്കെ, അപ്പം എത്ര പേരാണ് ഈ ഒരു ട്രേഡിങ്ങിൽ പ്രോഫിറ്റ് ആയിട്ടുള്ളത്, എത്ര പേരാണ് ഈ ട്രേഡിങ്ങിൽ ലോസ് ആയിട്ടുള്ളത്, എത്ര പേരാണ് ഈ ഒരു ട്രേഡിംഗ് എന്ന് പറയുന്നത് ഗ്യാംബ്ലിംഗ് ആയിട്ട് കണക്ക് കൂട്ടുന്നത്. ഓക്കെ, അപ്പം ഇവരോടെല്ലാം ഒരു കാര്യം പറയാനായിട്ടാണ്. ഓക്കെ, ഫ്രം മൈ എക്സ്പീരിയൻസ്. ഓക്കെ, ഞാൻ ട്രേഡിങ്ങിലോട്ട് വന്നത് 2019 ജസ്റ്റ് സ്മോൾ സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്ത് ഓക്കെ, ജസ്റ്റ് 10 രൂപ 12 രൂപ ഉള്ള സ്റ്റോക്കുകളിൽ ഒരു ക്വാണ്ടിറ്റിയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അപ്പം അങ്ങനെ വന്ന് 2019 ആ ഒരു ടൈമിൽ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫസ്റ്റ് ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് അപ്സ്റ്റോക്ക്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കോവിഡ് ടൈം വന്ന് ഭയങ്കര ആ ഒരു ഫോളിലൊക്കെ ഞാൻ മാർക്കറ്റിൽ ആക്റ്റീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്റ്റീവാണ്. പക്ഷേ മാർക്കറ്റിൽ എന്താണ് ചെയ്യേണ്ട ഓപ്ഷൻസ് ആ ഒരു സ്റ്റഡിയിങ് സ്റ്റേജ് ആയിരുന്നു. ഓക്കെ, പിന്നെ പല ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്ത് അവരുടെ ഒരു കോഴ്സ് എടുക്കുക, അങ്ങനത്തെ ഒരു സ്റ്റേജിൽ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിന് ശേഷമാണ് നമ്മുടെ കോവിഡ് കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് ഞാൻ കോവിഡിൻ്റെ ആ ഒരു സമയത്താണ് ഞാൻ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ എന്ന് ആ ഒരു വാക്കുകൾ കാര്യങ്ങൾ കേൾക്കാൻ തുടങ്ങിയതും. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കാശുണ്ടാക്കാം, ഇക്വിറ്റി ചെയ്യുന്നതിനെക്കാട്ടി നല്ലപോലെ പ്രോഫിറ്റ് ഉണ്ടാക്കാം, ജനറേറ്റ് ചെയ്യാം എന്നുള്ള ആ ഒരു ഇതിലോട്ട് എല്ലാവരും വന്ന് ആ ഒരു ഒരു വോൾ ഡ്രീം അല്ലെങ്കിൽ ഒരു ഡ്രാമ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ അതിലോട്ട് വരുന്നത് അങ്ങനെ ഞാൻ ഓപ്ഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പല യൂട്യൂബിലൊന്നും അത്ര ഫേമസ് ആയിട്ടുള്ള ആൾക്കാരൊന്നുമില്ല. പക്ഷേ പല നമുക്ക് ആ ഒരു ടൈമിൽ കുറേ ഗ്രൂപ്പ്സ്, ടെലിഗ്രാമിലൊക്കെ കുറേ ഗ്രൂപ്പ്സ് കാര്യങ്ങളൊക്കെ കിട്ടുമായിരുന്നു. അങ്ങനെ കുറേ ഗ്രൂപ്പുകളിലെല്ലാം ജോയിൻ ചെയ്ത് അപ്പോൾ രാവിലെ തൊട്ട് നമ്മൾ ചാർട്ട് നോക്കുന്നതിന് പകരം ഈ ടെലിഗ്രാമിൽ മെസ്സേജസാണ് നോക്കുന്നത്. ഓക്കെ, മെസ്സേജ് അപ്പം ഇന്ന് കോൾ ഓപ്ഷനാണോ പുട്ട് ഓപ്ഷനാണോ, അന്ന് കോൾ ഓപ്ഷൻ എന്താണ് പുട്ട് ഓപ്ഷൻ എന്താണെന്നൊന്നും അറിയില്ല. ആരെങ്കിലും ഒരാൾ ബൈ 22,000 അല്ലെങ്കിൽ ബൈ 17,000 CE എന്ന് പറയുമ്പോഴത്തേക്കിന് അത് തന്നെ ബൈ ചെയ്യുക, എന്നിട്ട് ഹോൾഡ് ചെയ്ത് വെക്കുക. അങ്ങനെയാണ് അന്നത്തെ ആ ഒരു ടൈമിലെ ട്രേഡിങ് കാര്യങ്ങളൊക്കെ. അതിനുശേഷമാണ് നമ്മൾ ട്രേഡിങ്ങിനെ കുറിച്ച് പഠിക്കാനും എല്ലാവരും ഞാൻ ആക്ച്വലി വീഡിയോ കാര്യങ്ങളൊക്കെ കണ്ട് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ കണ്ട് പഠിക്കുക മനസ്സിലാക്കാനായിട്ട് ഞാൻ തുടക്കം ഒരു വീഡിയോ കണ്ടത് ഷാരിഖ് ഷംസുവിൻ്റെയാണ്. ഓക്കെ, ഷാരിഖിൻ്റെ തന്നെയാണ് ഞാൻ ബേസിക് തൊട്ട് അഡ്വാൻസ് വരെയുള്ള ആ ഒരു വീഡിയോസ് കാര്യങ്ങളും എല്ലാം കണ്ടത്. അതിനുശേഷമാണ് എനിക്ക് മനസ്സിലായത് കുറേ കാര്യങ്ങൾ, ഓപ്ഷൻസ് കാര്യങ്ങളും ഇതും എല്ലാം മനസ്സിലായത്. അതിനുശേഷം കുറച്ച് നാൾ ഞാൻ ഇക്വിറ്റിയിൽ ഇൻട്രാഡ് ചെയ്തു. അത് കഴിഞ്ഞ് നഷ്ടത്തിലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഓപ്ഷൻസിലോട്ട് വന്നപ്പോഴത്തേക്കിന് പ്രോഫിറ്റ് കിട്ടും, അതിൻ്റെ ഇരട്ടി ലോസ് ആവും, പ്രോഫിറ്റ് കിട്ടും, അതിൻ്റെ ഇരട്ടി ലോസ് ആവും. അങ്ങനെ ക്യാപിറ്റൽ കുറേ വട്ടം വാഷ് ഔട്ടായി പോയി. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഒന്ന് പഠിച്ചെടുക്കണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റോട് കൂടി തന്നെ ഞാനൊരു കോഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഒരു കോഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഓപ്ഷൻ ബൈ അല്ലായിരുന്നു, ഓപ്ഷൻ സെല്ലായിരുന്നു. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സെല്ലിനെ കുറിച്ച് അറിയാനായിട്ട് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഓപ്ഷൻ സെല്ല് പഠിച്ചു വന്നപ്പോഴത്തേക്കിന് 2021 ഓക്കെ, 2021 ഞാൻ ഓപ്ഷൻ സെല്ലിങ്ങിൻ്റെ കോഴ്സ് 2020 ലാസ്റ്റോടെ ഞാൻ ഓപ്ഷൻ സെല്ലിങ്ങിൻ്റെ കോഴ്സ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ 2021 കോഴ്സ് ഓപ്ഷൻ സെല്ലിംഗ് തന്നെ ചെയ്യാൻ തുടങ്ങി. അപ്പം ആ ഒരു 2021 to 2022 ആ ഒരു ഇയറിലൊക്കെ എനിക്ക് പ്രീവിയസ് ലോസസ് കാര്യങ്ങളെല്ലാം നല്ലപോലെ റീകവർ ചെയ്യാൻ പറ്റി ഓപ്ഷൻ സെല്ലിലൂടെ. അപ്പം ഓപ്ഷൻ ബൈ ചെയ്യുന്നതിനെക്കാട്ടിൽ അപ്പം കുറച്ചുകൂടെ എനിക്ക് ആ ഒരു ടാക്ടിക്സ് അല്ലെങ്കിൽ ഒരു ലോജിക്ക് മനസ്സിലായി ഓപ്ഷൻ സെല്ല് എന്നാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഓപ്ഷൻ സെല്ലിങ് നല്ലപോലെ പഠിച്ചു. അപ്പം ഞാനൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആ ഒരു ഗ്രൂപ്പിൽ ഞാൻ എടുക്കുന്ന കോഴ്സ് കാര്യങ്ങളെല്ലാം ഇട്ട് കൊടുത്തു. അപ്പോൾ അങ്ങനെ കുറച്ച് പേര് എന്നെ ഫോളോ ചെയ്യാൻ തുടങ്ങിയായിരുന്നു. ഓക്കെ, അപ്പോൾ എന്നെ ഫോളോ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കിന് ഞാനപ്പം ആ ഒരു ലോജിക്ക് അവർക്കും കൂടെ ഷെയർ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അങ്ങനെ ഒരു 4 പേർക്ക് ഞാൻ ഓപ്ഷൻ സെല്ലിങ് സ്റ്റാർട്ട് ചെയ്തു, പഠിപ്പിച്ചു. ഓക്കെ, അവരുടെ കൂടെ തന്നെ ഞാൻ ഞാനൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ ഇടുന്ന കോഴ്സ് കാര്യങ്ങളും എല്ലാം ഞാനൊരു സെപ്പറേറ്റ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ അവർക്ക് ഗ്രൂപ്പ് കോഴ്സ് കാര്യങ്ങൾ കോഴ്സ് കൊടുക്കുന്നതല്ല, അവർക്ക് ഞാൻ എടുക്കുന്ന പോലെ തന്നെ അവരും എൻ്റെ കൂടെ നിന്ന് ട്രേഡ് എടുക്കാൻ തുടങ്ങി. ഓക്കെ, അങ്ങനെ ട്രേഡ് എടുക്കാൻ തുടങ്ങി. അപ്പം കുറച്ച് നാളായപ്പോഴത്തേക്കിന് അവരും പ്രോഫിറ്റബിളായി, ഞാനും നല്ല പ്രോഫിറ്റബിളാണ്. അപ്പോൾ അങ്ങനെ ആയപ്പോഴത്തേക്കിന് അവർക്കും ആ ഒരു സ്ട്രാറ്റജി പഠിക്കണമെന്ന് താല്പര്യമായി. ഓക്കെ, അങ്ങനെ ഞാനപ്പം ആ ഒരു ടൈമിൽ ഒരു കോഴ്സ് അവർക്ക് മാത്രം എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഓപ്ഷൻ സെല്ലിങ്, പിന്നെ അത് കഴിയുമ്പോഴത്തേക്കിന് ഞാൻ
ഓപ്ഷൻ സെല്ല് ചെയ്യാൻ ഉള്ള ഒരു ഫാക്ടറാണ് ഇന്ത്യ വിക്സ് എന്നുള്ളത്. അപ്പോൾ ആ ഒരു ടൈമിൽ ഇന്ത്യ വിക്സ് കാര്യങ്ങളെല്ലാം എന്താണ് ലോ ആയി വന്നു, പ്രീമിയം വളരെ കുറവായിരുന്നു. ആ ഒരു ടൈമിലാണ് ഞാൻ ഓപ്ഷൻ ബൈയിങ്ങിലോട്ട് സ്റ്റാർട്ട് ചെയ്തത്. കാരണം ആ ഒരു ടൈമിൽ ഓപ്ഷൻ സെല്ല് കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു. ഓക്കെ, അങ്ങനെ ഞാനപ്പോൾ ആ ഒരു ടൈമിൽ ഓപ്ഷൻ സെല്ല് സ്റ്റോപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓപ്ഷൻ ബൈ സ്റ്റാർട്ട് ചെയ്തു. ഓപ്ഷൻ ബൈ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഓപ്ഷൻ സെല്ലിലുണ്ടാക്കിയ പ്രോഫിറ്റ് വരെ ഞാൻ ഓപ്ഷൻ ബൈയിൽ കൊണ്ട് കളഞ്ഞു. ഓക്കെ, ഓപ്ഷൻ ബൈയിൽ കൊണ്ട് കളഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു സ്ട്രാറ്റജി, ആദ്യമേ ഞാൻ ചെയ്ത സ്ട്രാറ്റജി എന്ന് പറയുന്നത് സാധാരണ നമ്മൾ യൂട്യൂബിലൊക്കെ കാണുന്ന ഒരു സ്ട്രാറ്റജി, അതായത് EMA ക്രോസ് ഓവർ അല്ലെങ്കിൽ VWAP, അങ്ങനെ കുറേ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്തു. ഓക്കെ, അന്ന് ട്രേഡിംഗ് വ്യൂവിൽ 3-4 ഇൻഡിക്കേറ്റേഴ്സ് വരെ യൂസ് ചെയ്യായിരുന്നു. അപ്പം നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് വെച്ചായിരുന്നല്ലോ നമ്മൾ ചാർട്ടിൻ്റെ റീഡിങ്സ് കാണുന്നതിനെക്കാട്ടി നല്ലത് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ആയിരുന്നു ഞാൻ കാണുന്നത്. ഇൻഡിക്കേറ്റേഴ്സിൻ്റെ റീഡിങ് വരുമ്പോഴത്തേക്കിനാണ് ഞാൻ എൻ്റെ എൻട്രി കാര്യങ്ങളൊക്കെ അങ്ങനെ ഇൻഡിക്കേറ്റേഴ്സ് വന്നു ആയപ്പോഴത്തേക്കിന് ഇൻഡിക്കേറ്റേഴ്സ് വെച്ചാണ് എനിക്കായത്. കാരണം അതിൽ ഞാനൊരു കറക്റ്റ് ഒരു പ്രോഫിറ്റബിൾ ആയിരുന്നില്ല, നല്ല ലോസ് ആയിരുന്നു. നല്ല ലോസ് മീൻസ് ഹ്യൂജ് ലോസ്. എനിക്കൊരു 5,000 റുപ്പീസ് പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ ആ ഒരു ദിവസം കൊണ്ട് തന്നെ ഞാൻ ഒരു 5,000 കളയും. അപ്പോൾ അങ്ങനത്തെ ഒരു ട്രേഡിങ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ സൈക്കോളജി ഒന്നും ഒട്ടും ഇതല്ലായിരുന്നു. അങ്ങനെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആവണമെന്നുണ്ടെങ്കിൽ ഒരു സൈക്കോളജി എന്നത് ഉപരി ഒരു ട്രേഡിങ് സ്ട്രാറ്റജി എന്നതിന് ഉപരി കുറേ കാര്യങ്ങളുണ്ട്, ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്. ഓക്കെ, അതെല്ലാം നമുക്ക് ഒത്തുചേർന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കുറേ കാര്യങ്ങൾ ഇങ്ങനെ യൂട്യൂബിൽ തന്നെ ഞാൻ അനലൈസ് ചെയ്തു. സ്മാർട്ട് മണി കോൺസെപ്റ്റ് എന്താണ് ആ ഒരു ടൈമിൽ പഠിച്ചു. സ്മാർട്ട് മണി കോൺസെപ്റ്റ് മീൻസ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, ചേഞ്ച് ഓഫ് റേറ്റ്, അങ്ങനെ നോക്കി വന്നപ്പോഴത്തേക്കിനാണ് മാർക്കറ്റിൽ എന്താണ് സ്മാർട്ട് മണി കോൺസെപ്റ്റ് ആക്ച്വലി നമ്മുടെ മാർക്കറ്റിൽ വർക്ക് ആവുന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ യൂട്യൂബിൽ ഫോറക്സ് ട്രേഡേഴ്സിൻ്റെ കുറേ വീഡിയോസ് ഉണ്ട്, ഫോറക്സ് ട്രേഡേഴ്സിന്. അപ്പോൾ അങ്ങനത്തെ അവരുടെ കുറേ സ്ട്രാറ്റജീസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് അപ്പം ഞാൻ എൻ്റേതായിട്ടുള്ള കുറേ രീതിയിൽ ലിക്വിഡിറ്റി എന്നൊരു കോൺസെപ്റ്റിൽ ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്തു. ഓക്കെ, ആ ഒരു ലിക്വിഡിറ്റി എന്നൊരു കോൺസെപ്റ്റിൽ ഞാൻ ട്രേഡ് എടുക്കാൻ തുടങ്ങി. അതായത് ഞാൻ തന്നെ ബിൽഡ് ചെയ്ത് ബാക്ക് ടെസ്റ്റ് ചെയ്തു, നല്ലപോലെ ബാക്ക് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കിന് എനിക്ക് കുറേ കോൺഫിഡൻസ് വന്നു. ബാക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ അപ്പം ബാക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് അതായത് ട്രേഡിംഗ് വ്യൂവിൽ ബാർ റിപ്ലൈ വെച്ചിട്ട് നമുക്ക് കുറേ ഒരു 15,000 10,000 ക്യാൻഡിൽസ് പ്രീവിയസ് ആയിട്ടുള്ളതെല്ലാം നമുക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്യാം. നിയർലി ഒരു 6 months 3 to 4 monthsൻ്റെ ഒക്കെ പ്രീവിയസ് തൊട്ട് നമുക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ബാക്ക് ടെസ്റ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്കാണ് നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായത്. അപ്പം ഇൻഡിക്കേറ്റേഴ്സ് വെച്ചിട്ടല്ല, പിന്നെയാണ് അത് ലാസ്റ്റാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ചാർട്ടിൻ്റെ മൂവ്മെൻറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് അതിൻ്റെ പ്രൈസ് അതിൻ്റെ ആ ഒരു കാര്യങ്ങളെല്ലാം കാണിക്കുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ ഐ തിങ്ക് എനിക്കൊരു 1 year എടുത്തു. ഓക്കെ, അങ്ങനെ ഞാൻ ലിക്വിഡിറ്റി എന്നൊരു കോൺസെപ്റ്റിൽ വന്നു. അപ്പം അതിനുശേഷം ഞാൻ തന്നെ ആ ഒരു ഫോറക്സ് മാർക്കറ്റിൽ ഉപയോഗിക്കുന്ന പക്കായിട്ടുള്ള ഒരു സ്ട്രാറ്റജി കാര്യങ്ങൾ നമ്മുടെ മാർക്കറ്റിൽ ഒരിക്കലും വർക്കാവത്തില്ല. കാരണം ഫോറക്സ് എന്ന് പറയുന്നത് 24/5 ആണ്. നമ്മുടെ മാർക്കറ്റ് എന്ന് പറയുന്നത് 9 o'clock to 3:30 ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഗ്യാപ്പ് അപ്സ് ഉണ്ട്, ഗ്യാപ്പ് ഡൗൺസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ സിനാരിയോ വരുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഫോറക്സിൽ യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും നമ്മുടെ മാർക്കറ്റിൽ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ലിക്വിഡിറ്റി എന്നൊരു കോൺസെപ്റ്റിൽ ഞാൻ തന്നെ സ്മാർട്ട് മണി കോൺസെപ്റ്റ് അതെല്ലാം കൂടെ മിക്സ് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്തു. ഓക്കെ, ലിക്വിഡിറ്റി എന്നതാണ് ബേസ്. സ്മാർട്ട് മണി കോൺസെപ്റ്റ് മീൻസ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, ചേഞ്ച് ഓഫ് റേറ്റ് അല്ല, അല്ലാതെ തന്നെ സ്മാർട്ട് മണി അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻ പമ്പിങ് എന്താണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ ഞാൻ പഠിക്കാൻ തുടങ്ങി. അപ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ പഠിച്ചു, അങ്ങനെ കുറേ ബാക്ക് ടെസ്റ്റ് ചെയ്തു, അങ്ങനെ കുറേ അതായത് നിയർലി ഒരു 6 monthsോളം ഞാൻ ഇതിൻ്റെ ആ ഒരു ബാക്ക് ടെസ്റ്റിംഗ് പ്ലസ് ഒരു സ്ട്രാറ്റജി ബിൽഡിംഗ് ആയിരുന്നു. അതിനുശേഷമാണ് ഞാൻ ഈ ഒരു പഠിച്ച കാര്യങ്ങളെല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, ഇംപ്ലിമെൻറ്റ് ചെയ്ത് 1 lot വെച്ചിട്ടാണ് ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്തത്. അപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്തപ്പോഴത്തേക്കിന് എനിക്ക് കുറച്ചുകൂടെ നല്ല കോൺഫിഡൻസ് വന്നു തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കിന് എൻ്റെ ഒരു ഫിയർ എന്ന് പറയുന്നത്, ഞാൻ ടാർഗറ്റ് വരെ ഹോൾഡ് ചെയ്യുന്നില്ല, ജസ്റ്റ് വന്നു കഴിയുമ്പോഴത്തേക്കിന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നു. എന്നിട്ട് SL സ്റ്റോപ്പ് ലോസ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് കാര്യങ്ങളെല്ലാം വരുന്നു. അപ്പം ഇതാണ് സെക്കൻഡ്, നമുക്കൊരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ അതിൽ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റാവുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ലൂപ്പ് ഹോൾസ് എന്താണെന്നെല്ലാം മനസ്സിലാക്കി വന്നപ്പോഴാണ് ഇപ്പം ഞാൻ കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റിലോട്ട് വന്നത്, ലിക്വിഡിറ്റി എന്ന ഒരു കോൺസെപ്റ്റിൽ വന്നത്. അപ്പോൾ അതിൻ്റെ ലൈവ് ട്രേഡ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട്. ഓക്കെ, എൻ്റെ 1 month P&L കാര്യങ്ങളെല്ലാം 1 month P&L എല്ലാം നമ്മുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട്.
അപ്പം അങ്ങനെ എന്താണ് ഞാൻ പിന്നെ നമുക്ക് കോഴ്സ് സെല് ചെയ്യാൻ വേണ്ടിയുള്ളതല്ല ഞാൻ യൂട്യൂബ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എൻ്റെ ഒരു കോഴ്സല്ല എനിക്കിവിടെ സെല് ചെയ്യേണ്ടത്. ഞാൻ ഒരു പ്രോഫിറ്റബിൾ ട്രേഡറാണ്. എനിക്ക് കുറച്ച് ആൾക്കാർക്ക് എൻ്റെ ഒരു ഞാൻ ബൈ ചെയ്യുന്ന സ്ട്രാറ്റജി പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന ഒരു അൺസക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ചിലപ്പം സക്സസ്ഫുൾ ആയാലോ എന്നുള്ളത് ഒരു മൈൻഡ് സെറ്റോടുകൂടിയാണ് ഞാൻ കുറേ ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്തു. ഓക്കെ, ഇപ്പോൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും വാങ്ങിക്കുന്ന ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് ഫീസും കാര്യങ്ങളും ഒന്നുമല്ല ഞാൻ വാങ്ങിക്കുന്നത്. ഓക്കെ, ചിലപ്പോൾ ഒരു മാസത്തെ ചിലപ്പോൾ ഒരു ലോസിൻ്റെ ഒരു കുറച്ച് ഭാഗമായിരിക്കും, അല്ലെങ്കിൽ ഒരു ക്യാപിറ്റലിൻ്റെ ഒരു 1 or 2% ആയിരിക്കാം. അത്രയേ ഉള്ളൂ എൻ്റെ ഫീസ്. ഓക്കെ, അല്ലാതെ കോഴ്സ് സെല്ല് ചെയ്യണം എന്നുള്ള ഒരു മോട്ടീവായിട്ടല്ല ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വന്നത്. ഓക്കെ, പിന്നെ ഞാൻ എൻ്റെ P&L കാര്യങ്ങളെല്ലാം കാണിച്ചിട്ടുമുണ്ട്. പിന്നെ അങ്ങനെ വന്നപ്പോഴത്തേക്കിനാണ് ഓക്കെ, സോറി ഫോർ ദി ഇൻട്രാക്ഷൻസ്. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്കാണ് ഞാൻ ഓപ്ഷൻ ബൈയിങ്ങിലോട്ട് കുറേ കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ വന്നു. അപ്പം പിന്നെ ഞാൻ ലിക്വിഡിറ്റി നമ്മുടെ മാർക്കറ്റിൽ നല്ലപോലെ വർക്ക് ആവുന്നുണ്ട്. കാരണം ലിക്വിഡിറ്റി ഞാൻ യൂസ് ചെയ്തത് അന്ന് ഞാൻ ഒരു ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നില്ല. കാരണം ഞാൻ പഠിപ്പിച്ച സ്റ്റുഡൻസിനായാലും അവർക്കറിയാം ഞാൻ ഒരു ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് പ്രൈസ്, വോളിയം, ആക്ഷൻ മാത്രമാണ് ഞാൻ നോക്കുന്നത്. അപ്പം അങ്ങനെ വന്ന് ആ ഒരു ഇതിൽ ലിക്വിഡിറ്റിയിൽ വന്നപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് വന്നത്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ട്രേഡിങ്ങിൽ കുറേ, അതായത് സ്ട്രാറ്റജി മാത്രം കൊണ്ട് പറ്റില്ല, നമുക്കതിൽ കുറേ കാര്യങ്ങളുണ്ട്. ഞാനപ്പം അതിൽ ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് പ്രോഫിറ്റായി കഴിയുമ്പോൾ ഞാൻ എക്സിറ്റ് അടിച്ച് മാറുന്നു, ഹോൾഡ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കിന് ഞാൻ കുറേ മൈൻഡ് സെറ്റ്, അപ്പോൾ കുറേ ട്രേഡിങ് സൈക്കോളജി യൂട്യൂബിലൊക്കെ വീഡിയോ കാണുന്നു, അങ്ങനെ കാണുന്നില്ല. എന്നിട്ട് നമ്മുടെ ഒരു ഇത് വരുന്നില്ല. അന്നേരമാണ് ഞാൻ റിസ്ക് റിവാർഡ് എന്ന് പറയുന്ന ഒരു പവർഫുൾ ടൂളിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത്. ഓക്കെ, റിസ്ക്കും റിവാർഡും കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, എന്നിട്ട് ആ ഒരു മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ട്രേഡ്സ് കാര്യങ്ങളൊക്കെ എടുക്കുക. അപ്പം അങ്ങനെ വന്നപ്പോഴാണ് എനിക്ക് കുറച്ച് നല്ലപോലെ കാര്യങ്ങൾ മനസ്സിലായത്. ഓക്കെ, അപ്പോൾ പിന്നെ എനിക്ക് റിസ്ക് റിവാർഡ് കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയപ്പോഴത്തേക്കിന് എനിക്ക് കറക്റ്റായിട്ട് ട്രേഡ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം എൻ്റെ ലോസ് ഇത്രയേ വരത്തുള്ളൂ. ആ ഒരു വേസ്റ്റ് സിനാരിയോ മാർക്കറ്റിൽ വന്നാലും എൻ്റെ ലോസ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഓക്കെ, പക്ഷേ എൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് അത്രയാണ്. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് ഞാൻ ഒരു മാസം 2 മാസം കൊണ്ടാണ് ഞാൻ ഈ ഒരു ഹോൾഡ് ചെയ്യുക, അതായത് മാർക്കറ്റിൽ എന്ത് വന്നാലും ഞാൻ അതുവരെ ഹോൾഡ് ചെയ്യുമെന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് വന്നത്. ഇറ്റ് ടേക്സ് ടൈം. ഓക്കെ, നല്ലപോലെ സമയമെടുക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഞാൻ അതിൽ സ്റ്റിക്ക് ചെയ്ത് വന്നപ്പോഴത്തേക്കും, കാരണം എനിക്ക് ഞാൻ ബൈ ചെയ്യുന്നതാണെങ്കിലും ആ ഒരു ടൈമിൽ ടാർഗറ്റിന് അടുത്ത് എത്തുമ്പോൾ ഞാൻ എക്സിറ്റ് അടിക്കും. എന്നിട്ട് പക്ഷേ ടാർഗറ്റിലോട്ട് വരുമ്പോഴത്തേക്കിന് ഹ്യൂജ് മൂവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വരും. ഓക്കെ, ആ ഒരു മൊമെൻറ്റൊക്കെ നമുക്ക് നല്ലപോലെ നഷ്ടപ്പെട്ടു തുടങ്ങി. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് എൻ്റെ ഒരു റിഗ്രറ്റ്. ഓക്കെ, നമ്മുടെ മാർക്ക് ഡഗ്ലസും കാര്യങ്ങളും എല്ലാവരും അവരൊക്കെ, അതായത് ഇംഗ്ലീഷിൽ ട്രേഡേഴ്സാണ്, അപ്പോൾ അവരുടെ ഒരു സൈക്കോളജിയിൽ പറയുന്നുണ്ട് ട്രേഡിൽ റിഗ്രറ്റ് ഇല്ല വേണ്ടത്, റിസ്ക് എടുക്കുന്നതാണ് വേണ്ടത് എന്നുള്ള ഒരു കോൺസെപ്റ്റ്. അപ്പോൾ അതിൽ നമ്മൾ ഉറച്ചു നിന്നപ്പോഴത്തേക്കിന് അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ പഠിക്കാൻ തുടങ്ങി. ഓക്കെ, അങ്ങനെ പഠിച്ചു വന്നപ്പോഴത്തേക്കിന് ഞാൻ എനിക്കൊരു പ്രോപ്പർ ഒരു സ്ട്രാറ്റജി കിട്ടി. അതോടൊപ്പം തന്നെ എനിക്ക് നല്ലൊരു റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റുന്നുണ്ട്. ഓക്കെ, ഒരു റിസ്ക് റിവാർഡ് ട്രേഡ്സ് കാര്യങ്ങൾ സെറ്റപ്പും കിട്ടി. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ട്രേഡ് എടുത്ത് കഴിയുമ്പോഴത്തേക്കിന് ചില ദിവസങ്ങളിൽ ട്രേഡ് ഇല്ല. അപ്പോൾ അങ്ങനെ നമുക്കൊരു ഇമോഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, എല്ലാ ദിവസവും ട്രേഡ് എടുക്കണോ, അങ്ങനത്തെ ഒരു ഇമോഷനും കാര്യങ്ങളൊക്കെ വന്നു. അതും പിന്നെ ഞാൻ അതും എൻ്റെ ആ ഒരു ഈ റിസ്ക് റിവാർഡും പിന്നെ ആ ഒരു ട്രേഡിങ് സൈക്കോളജി എല്ലാം കൂടെ ഡെവലപ്പായി വന്നപ്പോഴത്തേക്കിന് എനിക്ക് എൻ്റെ ഓപ്പർച്യൂണിറ്റി എവിടെ കാണുന്നോ ആ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ മാത്രമേ ഞാൻ ട്രേഡ് എൻട്രി ചെയ്യത്തുള്ളൂ എന്ന് ഞാൻ ഒരു മാർക്കറ്റ് ഓപ്പൺ ആവുന്നതിന് മുന്നേ എൻ്റെ മൈൻഡിൽ തന്നെ ഞാൻ വെക്കും. അപ്പോൾ ആ ഒരു ട്രേഡിങ് ഓപ്പർച്യൂണിറ്റിയിൽ മാത്രമേ ഞാൻ എൻട്രി ചെയ്യത്തുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ അന്നത്തെ ദിവസം സേഫ്, അന്നത്തെ ദിവസം ട്രേഡും കാര്യങ്ങളും ഒന്നുമില്ല. ഓക്കെ എന്ന് ഞാൻ വിശ്വസിക്കുക. നെക്സ്റ്റ് ഡേ നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടും എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ ആ ഒരു ദിവസം പോവും. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റായി. അങ്ങനെ വന്നപ്പോഴത്തേക്കാണ് ഒരു 2024 ആ ഒരു ടൈമിലോട്ട് ഞാൻ ആ ഒരു ട്രേഡിങ് ലിക്വിഡിറ്റി എന്നൊരു കോൺസെപ്റ്റിൽ മാത്രം ട്രേഡ് ചെയ്തു. നല്ല പ്രോഫിറ്റുകൾ, അതായത് ഒരു മന്ത്ലി ഈ ഒരു 2024 എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു മാസം മൊത്തം, അതായത് ഈ ഒരു വർഷത്തിൽ ഒരു മാസം പോലും എനിക്ക് റെഡ് വന്നിട്ടില്ല പോർട്ട്ഫോളിയോ. ഓക്കെ ദൈവം സഹായിച്ച്, അല്ലെങ്കിൽ എൻ്റെ ആ ഒരു മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ എൻ്റെ ഒരു സൈക്കോളജി കൊണ്ട് ഞാൻ ചെയ്യുന്ന തൊഴിലിന് ഞാൻ 100% നീതി പുലർത്തി എന്നുള്ള എൻ്റെ ഒരു വിശ്വാസം കൊണ്ട് ഞാൻ എനിക്ക് ഇതുവരെയായിട്ടും ഒരു മന്തിൽ ഒരു പോർട്ട്ഫോളിയോ ഗ്രീൻ വന്നിട്ടില്ല. ഒരു ദിവസം ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ റെഡ് കാണിക്കും, ബട്ട് ഓവറോൾ ഒരു മാസം നോക്കിക്കഴിഞ്ഞാൽ ഒരു പോർട്ട്ഫോളിയോ നെഗറ്റീവ് ഒരിക്കലും വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഒരു സ്റ്റോറി കാര്യങ്ങളൊക്കെ.
അപ്പം ഇനി മെയിനായിട്ട് പുതിയതായിട്ട് ഈ വീഡിയോ എത്ര പേര് കാണുമെന്ന് എനിക്കറിയില്ല, കാരണം നമുക്ക് ചാനലിൽ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. അപ്പം എത്ര പേര് ഈ വീഡിയോ കാണും എന്ന് എനിക്കറിയില്ല. പക്ഷേ കാണുന്ന ഒരാളെങ്കിൽ ഒരാൾ, അല്ലെങ്കിൽ രണ്ടുപേരെങ്കിൽ രണ്ടുപേര്, അവരോട് ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ. ഒരു ട്രേഡിങ്ങിൽ സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ ആകെ നമുക്ക് വേണ്ടുന്നത് റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്യുക, വെൽ ഡിസിപ്ലിൻ ആവുക. ഒരിക്കലും ഒരു 10 മണിക്ക് മാർക്കറ്റ് ചാർട്ട് ഓപ്പൺ ചെയ്തിട്ട് 10 മണിക്ക് ട്രേഡ് എടുക്കാൻ നിൽക്കരുത്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മൾ എപ്പം ട്രേഡിങ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ബിഫോർ 9 നമ്മൾ നമ്മുടെ ബ്രോക്കർ ലോഗിൻ ചെയ്ത് വെക്കുക. ഏത് പ്ലാറ്റ്ഫോമിലാണ് ചാർട്ട് നോക്കുന്നത് ആ ചാർട്ട് നോക്കുക. ഒരു അനാലിസിസും കാര്യങ്ങളും എല്ലാം മാർക്കറ്റിൽ ചെയ്ത് വെക്കുക. ഇത്രയും ചെയ്ത് വെക്കുക. ഓക്കെ, എന്നിട്ട് അതാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിനുശേഷം എന്താണ്, ഒരു ഫോമോട്ടേഴ്സ് കാര്യങ്ങളൊന്നുമില്ല. ഇതിലെല്ലാം ഡിസിപ്ലിനിൽ നമുക്ക് എല്ലാം വരുന്നതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, വെരി വെരി ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം, റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്യുക. റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിലാണ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം. ഓക്കെ, അതിന് ശേഷം മാത്രമാണ് നമുക്ക് നല്ലൊരു വിന്നിങ് സ്ട്രാറ്റജി. ഓക്കെ, അത് ലൂസായാലും കുഴപ്പമില്ല, പക്ഷേ നമുക്ക് നല്ല റിസ്ക് റിവാർഡ് വെച്ച് നല്ല വിന്നിങ് സ്ട്രാറ്റജി ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ഓക്കെ, അപ്പം ഇത്രയാണ് എൻ്റെ ഒരു ലൈഫിലെ ഒരു കാര്യങ്ങളും എല്ലാം. ഓക്കെ, അപ്പം നിങ്ങൾ ഈ ചാനൽ പുതിയതായിട്ട് കാണുന്നതെന്നുണ്ടെങ്കിൽ ഓക്കെ, ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഞാൻ നെക്സ്റ്റ് ഇയർ തൊട്ട്, അതായത് നാളെ മുതൽ 2025 മുതൽ ഡെയിലി ലിക്വിഡിറ്റി ഏരിയ കാര്യങ്ങളെല്ലാം മാർക്കറ്റിൽ അനലൈസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളും എല്ലാം നമ്മൾ നാളെ തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം എല്ലാവരും ജോയിൻ ചെയ്തോളൂ. എൻ്റെ ടെലിഗ്രാമിൻ്റെ ചാനലിൻ്റെ ലിങ്കും ഓക്കെ എല്ലാം ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. എന്ത് ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു ഓൾ. വിഷിങ് ഓൾ എ പ്രോഫിറ്റബിൾ ഇയർ. ഓക്കെ, 2025 എന്ന് പറയുന്നത് നല്ലൊരു പ്രോഫിറ്റബിൾ ഇയർ ആവട്ടെ എല്ലാവർക്കും. നാളെ ബുധനാഴ്ചയാണ്. എ ഗുഡ് ഡേ ടു സ്റ്റാർട്ട് എവറിത്തിങ്. ഓക്കെ, അപ്പോൾ എല്ലാം കൊണ്ടും എല്ലാം നല്ലൊരു ഹാപ്പി ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യട്ടെ. ഓക്കെ, താങ്ക് യു ഓൾ.